ഇതിനിടയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചിരിച്ചു. VS അച്യുതാനന്ദൻ കേരള കാസ്ട്രോവായി ചിരിപ്പിച്ചു. EP ജയരാജൻ മന്ത്രിയായി. ഉമ്മൻചാണ്ടിയെ മുറുകെ പിടിച്ച് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമായി. പക്ഷേ സുപ്രധാനമായ മാറ്റം പിണറായി വിജയൻ്റേതായിരുന്നു. കേരളത്തിൻ്റെ 12ാമത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ. അങ്ങനെ പിണറായി വിജയപർവം ആരംഭിച്ചു. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. പതുക്കെ പതുക്കെ പിണറായി ചിരിച്ചു. കുഞ്ഞിരി പല്ലുകാട്ടി വീണ്ടും വീണ്ടും ചിരിച്ചു. VSനേക്കാൾ നന്നായി മോണ കാട്ടി ചിരിച്ചു. മാധ്യമപ്രവർത്തകരോട് കുശലം പറഞ്ഞുകൊണ്ടേയിരുന്നു. ജനകീയ വിഷയങ്ങളെന്ന പതിവ് പൊറാട്ട് നാടകങ്ങളിൽ സജീവമായി. അണക്കെട്ടും അടുക്കളയും സന്ദർശിച്ചു. അങ്ങനെ പിണറായി വിജയൻ എന്നാൽ ചിരിക്കുന്ന, ജനകീയ പ്രശ്നങ്ങളിൽ മാന്യമായി ഇടപഴകുന്ന നേതാവായി അദ്ദേഹം മാറി. എന്താ ഇപ്പോ ഇങ്ങനൊരു അഭിനയമോഹം തോന്നാൻ കാരണം? ഇപ്പൊ തോന്നിയ മോഹമല്ല സർ, കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. ഇതേതൊരു പ്രൈവറ്റ് നമ്പർ? ഹലോ, ഞാൻ പിണറായി വിജയൻ. ഹലോ, ഒന്ന് ചോദിക്കട്ടെ? ഞാൻ പിണറായി വിജയൻ. ഹലോ ഹലോ. വികസനത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? വെറുതെ തറക്കല്ലിടുന്നതാണോ വികസനം? എന്നിട്ട് പ്രകൃതിയുടെ ചെലവിലാണോ പുരോഗതി വരേണ്ടത്? മനുഷ്യത്വം ഇല്ലാതെയാണോ വികസനം ഉണ്ടാകേണ്ടത്? എന്നെയാണു അത് നിന്നെയാണു, അവനെയാണു അതോ ഇവനെയാണു? ഇല്ല, ഞങ്ങള് പാർട്ടി തീരുമാനിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഏറ്റെടുക്കും. അല്ല, ധൃതിപ്പെടല്ല. എന്നെയാണു അത് നിന്നെയാണു, അവനെയാണു അതോ ഇവനെയാണു? ഇല്ലിരിക്കണ പെണ്ണ് നോക്കണതെന്നെയാണു? എന്നെയാണു അത് നിന്നെയാണു, അവനെയാണു അതോ ഇവനെയാണു? VS is like Fidel Castro for Kerala. വലതുകാലം വെച്ച് ഇറങ്ങി വാ. ഇതാണ് നമ്മുടെ അശോകന്റെ ജീവൻ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ബോഡിഗാർഡ്. ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകും. മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള പ്രായോഗിക അനുഭവമുള്ള പാർട്ടി നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ സാവകാശം മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഞാനാണെങ്കിൽ ഒരു പുതുക്കക്കാരനാണെന്ന് തന്നെ പറയാവുന്ന മട്ടിലുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ നാളെ മുഖ്യമന്ത്രിയാവുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. എത്ര നേരം ഞാൻ കാത്തിരിക്കാൻ അറിയാമോ? ഇനി ഇവിടെ ഒരുത്തരും ഇറങ്ങില്ല. ഇമാതിരി കുറേ അവതാരങ്ങൾ ഉണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. എന്ത് വകയാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? ഇന്നാണ് എൻ്റെ പിറന്നാൾ. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിലേ ഈ നാടിനു വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. സന്തോഷം. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയണം, എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന്. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ്? കേക്കട്ടെ. 1, പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം. ഫ്ലാറ്റ്?
പട്ടി ഫ്ലാറ്റിലാണോ സാർ താമസിപ്പിക്കുന്നത്? കൂട്ടിലല്ലേ? ഇതെവനെ താമസിക്കാനാണ്. വെറുതെ സർക്കാരിന് അയാൾ പറയട്ടെ. പറഞ്ഞോട്ടെ. 2, പട്ടിക്ക് സഞ്ചരിക്കാൻ AC കാർ വേണം. ഇവിടെ SIക്ക് സഞ്ചരിക്കാൻ കാറില്ല. ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ മോഹിച്ച് അതാകാത്തിനുള്ള അമർഷം മൊത്തം പോലീസുകാരുണ്ടല്ലേ? പടിയിറങ്ങുക നീലകണ്ഠൻ. ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, വരട്ടെടോ. ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്ന് ഇവിടെ ഉണ്ട്. Fidel Castro desde Oriente a Batista combatió y a la patria libertó con sus hombres dignamente. Que viva Fidel, que viva Fidel, que viva Fidel y la bandera cubana. ഇവിടെ പ്രതിഷ്ഠിക്കൂ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. വായിലാക്കുന്നില്ല അപ്പൻ. Fidel Castro desde Oriente a Batista combatió. Fidel Castro desde Oriente a Batista combatió. अरे माँ अजूद मामा അദാനി അദാനി എന്ത് ഗവാദ് അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ത ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. നമസ്കാരം. മൈ ബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മോക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. മോശം പറയരുതല്ലോ. വിജയപർവം ആരംഭിച്ചപ്പോൾ തന്നെ നടേശപർവത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. വെള്ളാപ്പള്ളി നടേശൻ BJPയുമായി കൂടിച്ചേർന്ന് BDJS എന്ന കുടത്തിൽ കേരളത്തെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. കുടം പൊട്ടി. അവസരവാദ രാഷ്ട്രീയം കുടത്തിലിരുന്നു. അതെ, വെള്ളാപ്പള്ളിയുടെ നടേശപർവം. கபாலி வர சொல்ற அவன. കടുവായെങ്കിടുവ പിടിക്കുന്നു, മരയൊന്നിനു ചായമടിക്കുന്നു, വവ്വാലിന് ഊഞ്ഞാലാട്ടുന്നു, ഉഴമീനിനു നീന്തൽ കോച്ചിങ്ങോ. കൊടി കാണിച്ചു. കൊടിയുടെ ചിഹ്നം കൂപ്പുകയ്യാണ്. സ്നേഹത്തിന്റെ ചിഹ്നം. ആരോടും ഒരു വിരോധമില്ല. സ്നേഹത്തിന്റെ ചിഹ്നം. ഇതിപ്പോ അടവ് നയത്തിന്റെ കാലമാണ്. ആദർശ രാഷ്ട്രീയം മരിച്ചു. കാലങ്കോഴി കൂവ. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ഹിന്ദു വിശ്വാസം അനുസരിച്ച് 16-ന് കുടം ഉടയണം. വിധി കഴിഞ്ഞു. ആ കുടം 16-ാം തീയതി ഉടയും. എവിടെ പോയി എവിടെ പോയി എവിടെ പോയി കള്ളപ്പള്ളി എവിടെ പോയി കള്ളപ്പള്ളി എവിടെ പോയി താഴികക്കൂടങ്ങൾ തകർന്നു വീണു താമരമാലകൾ കരിഞ്ഞു വീണു. ഈ BDJS നിലനിൽപ്പില്ല എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ BDJS പിരിച്ചുവിടുക.
മാധവനെ കൊല്ലാൻ പോയാണ് കണ്ണവാ. എന്താ എന്താ പ്രശ്നം? അവർ തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും, കാണാൻ വെറുതെ. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ടാ? അതെ. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്, വെട്ട് പിള്ളേച്ചാ. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. എൻ്റെ അഭിപ്രായം നല്ല ഭരണമാണ്. കാരണം ഇത്തരം പക്വതയും മാന്യനും വളരെ ചിട്ടയോടും കൂടി ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയുടെ ഭാവവും രൂപവും ഇപ്പോൾ കാണുന്നുണ്ട്.